വളരെ കുറച്ച് സ്ഥലത്ത് എങ്ങനെ നമുക്ക് ഇങ്ങനത്തെ ഒരു ഗാർഡൻ, വളരെ ചെറിയൊരു സെറ്റപ്പ്, അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തെടുത്തതെന്നാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഹലോ മൈ ഡിയർ പ്ലാന്റ് ലവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സുലൂസ് ഡയറീസ്. ഞാൻ അജ്മി സുൽത്താന. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഗാർഡൻ മേക്ക് ഓവർ വീഡിയോ ആണ്. എൻ്റെ ഗാർഡൻ്റെ ഒരു പോർഷന്, അതായത് ഈ ഒരു ഭാഗം നേരത്തെ വേറൊരു രീതിയിലായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് മാറ്റം വരുത്തി ഞാൻ വേറൊരു രീതിയിൽ പോണ്ടൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്ത ഒരു മെത്തേഡ്, അത് നിങ്ങൾക്കൂടി ഒന്ന് പരിചയപ്പെടുത്തി തരുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് കൺസിഡർ ടു സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിൽ ചെറിയ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോഴൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഓൺലൈനായിട്ട് പ്ലാൻസ് ആവശ്യമുള്ളവർക്ക് എന്നെ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് കാറ്റലോഗ് അയച്ചു തരാൻ പറ്റും. അതുപോലെ വാട്സപ്പ് മെസ്സേജ് തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ്, ഫേസ്ബുക്ക് പേജൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള പ്ലാൻസിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എനിക്ക് ഇവിടെ വളരെ സ്ഥലം കുറവാണ് ശരിക്കും ഗാർഡൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് നമ്മളുടെ വീടിൻ്റെയും അതുപോലെ തന്നെ നമ്മളുടെ ഈ മതിലിൻ്റെയും ഇടയ്ക്കായിട്ടുള്ളൊരു പോർഷനാണ്. നമ്മൾ സാധാരണ പാർക്കിലൊക്കെ പോകുമ്പോഴാണല്ലോ നല്ല പോണ്ടുകളും പുൽത്തകിടിയിലും ഒക്കെ ഇരിക്കാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. പക്ഷെ നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ വീട്ടിൽ ചെയ്യാമെന്നുണ്ടെങ്കിൽ എന്നും നമുക്കത് കണ്ട് ആസ്വദിക്കുകയും ചെയ്യാം. അപ്പോൾ എനിക്ക് വളരെ സ്ഥലം കുറവാണ്, അതുകൊണ്ട് ഒരുപാട് ലോണൊന്നും സെറ്റ് ചെയ്യാനുള്ള സ്ഥലമില്ല. അപ്പോൾ വളരെ കുറച്ച് സ്ഥലമാണ് ഉള്ളത്. അപ്പോൾ വളരെ കുറച്ച് സ്ഥലത്ത് എങ്ങനെ നമുക്ക് ഇങ്ങനത്തെ ഒരു ഗാർഡൻ, വളരെ ചെറിയൊരു സെറ്റപ്പ്, അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തെടുത്തതെന്നാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഇത്ര ഒരു സ്പേസേ ഇവിടെ ഉള്ളൂ. അപ്പോൾ ഇതെന്ന് പറയുന്നത് വീടിൻ്റെ ഫ്രണ്ട് പോർഷൻ തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പണ്ടത്തെ മോഡലിൽ ഇങ്ങനെ വളച്ച് കെട്ടുമല്ലോ, അങ്ങനെയൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഈ ഒരു സ്ഥലം നേരത്തെ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. കണ്ടോ, ഇതുപോലെ ഇങ്ങനെ കുറച്ച് മരങ്ങളും അതും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ വെറുതെ കിടക്കുമായിരുന്നു. അത്ര നമ്മൾ ശ്രദ്ധിക്കാത്തൊരു പ്ലേസ് ആയിരുന്നു ഇത്. അപ്പോൾ ഈ ഒരു സ്ഥലത്തിനെയാണ് ഞാൻ നേരത്തെ കാണിച്ച രീതിയിലിട്ട് മാറ്റി വരുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ എന്തൊക്കെ ചെയ്താണ് ഞാൻ അങ്ങനെ ചെയ്തിരിക്കുന്നത്, എന്തൊക്കെയാണ് നമ്മൾ മാറ്റം വരുത്തിയിരിക്കുന്നത് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഞങ്ങൾ ഇവിടെ മരങ്ങളൊക്കെ വെട്ടി അതെല്ലാം പിഴുത് വേറെ സ്ഥലത്തോട്ട് മാറ്റി വെച്ചു. എന്നിട്ട് അവിടെ പ്ലെയിൻ ആക്കി. ഇനി ഈ ഇരിക്കുന്ന ചട്ടികളും ഒക്കെ മാറ്റിയിട്ട് നമുക്ക് നിങ്ങൾ നേരത്തെ കണ്ട ആ ഒരു ലുക്കിലേക്ക് കൊണ്ടുവരാൻ പോവാണ്. അപ്പോൾ അതിന് എന്തൊക്കെ നമ്മൾ ചെയ്തെന്ന് നോക്കാം. ഇത് നമ്മൾ ഇവിടെ നിന്ന മരങ്ങളും ഒക്കെ മാറ്റിയിട്ട് വർക്ക് നടന്നുകൊണ്ടിരുന്നപ്പോൾ ഉള്ളൊരു വീഡിയോ ആട്ടോ ഇത്. ഇവിടെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുവാണ്. പുല്ലൊക്കെ ഇങ്ങനെ വെട്ടി അതിൻ്റെ ലെവലിലൊക്കെ ഇട്ടുകൊണ്ടിരിക്കുവാണ് എല്ലാ ഭാഗത്തും. അതുപോലെ പോണ്ടുകളെല്ലാം ഞാൻ വെച്ചിട്ടുണ്ട്. കാരണം ഈ പോണ്ടുകൾ നമുക്ക് ഒറ്റയ്ക്ക് പിടിച്ചു വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു പണിക്കാരനെ വിളിച്ചപ്പോൾ നമ്മൾ ഇങ്ങനെ മണ്ണിട്ട് പൊക്കിയിട്ട് പോണ്ടുകളെല്ലാം കുഴിച്ചു നിർത്തിയിരിക്കുവാണ്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് തന്നെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ വെർട്ടിക്കൽ ഗാർഡനിങ് ഞാൻ നേരത്തെ തന്നെ ഒരു വെൽഡറിനെ വിളിച്ചിട്ട് അവിടെ സെറ്റ് ചെയ്തു. പിന്നെ അമ്പഴമരം നേരത്തെ ഉള്ളത് അതിനെ മാത്രം ഞാൻ മാറ്റിയില്ല, അത് അങ്ങനെ തന്നെ നിർത്തി. കണ്ട പോണ്ടൊക്കെ വെച്ചേക്കുന്നത്. ഇനി നമ്മൾ ഇവിടെ പുല്ലൊക്കെ ഇട്ട് എല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കണം. വെർട്ടിക്കൽ ഗാർഡൻ ഞാനിപ്പോൾ നമ്മൾ തന്നെ ചെയ്തെടുത്തിട്ടുള്ളതാണ്. എങ്ങനെ ചെയ്യുന്നത് നേരത്തെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് വളരെ കോസ്റ്റ് ഫ്രീ ആയിട്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കിയാൽ അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതുപോലെ തന്നെ കാർട്ടിലും കൊടുത്തേക്കാം. അപ്പോൾ ഫ്രണ്ട് പോർഷനിൽ ഞാൻ ചെയ്തത് ഇതുപോലെ മണ്ണിട്ട് പൊക്കിയിട്ട് നമ്മൾ ആ ഇരുന്ന പോണ്ട് തന്നെ നന്നായിട്ട് കുഴിച്ചു വെച്ച്, എന്നിട്ട് അതിന് ചുറ്റുമായിട്ട് ഇതുപോലെ പുല്ല് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ ആ ഒരു ഷേപ്പിൽ നമുക്ക് പുല്ല് കട്ട് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഇത്രയാണ് ഞാൻ ഏറ്റവും ഫ്രണ്ട് ചെയ്തേക്കുന്നത്. കേട്ടോ, ഇതുപോലെ കുന്നുപോലെ ഇങ്ങനെ ആക്കി ഇട്ടിരിക്കുകയാണ്. കേട്ടോ, എന്നിട്ട് ഒരു ഇറക്കം അങ്ങനെയാണ് ആ ഒരു താഴോട്ട് കൊടുത്തേക്കുന്നത്. ഇപ്പൊ നമ്മൾ ഗ്രാസിന്റെ വർക്കെല്ലാം തീർത്തിട്ടുണ്ട്. പോണ്ടിന്റെ ചുറ്റുമായിട്ടും പിന്നെ ഈ അമ്പലത്തിന്റെ ചുറ്റുമായിട്ടും അതുപോലെ ഈ ഭാഗം ഇങ്ങനെ വരത്തില്ല, അവിടെ മാത്രമേ ഞാൻ ഈ ഒരു ഗ്രാസ് പിടിപ്പിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള ഭാഗത്തൊക്കെ പെബിൾസും കുറച്ച് പാറയുടെ പീസും ഒക്കെ വെച്ചിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യം കുറച്ച് പെബിളെ വാങ്ങിച്ചിട്ടുള്ളായിരുന്നു. അപ്പോൾ ഇനി ഇത്രയും പെബിൾ കൊണ്ട് തന്നെ നിൽക്കത്തില്ല, കാരണം കുറച്ചുകൂടെ പെബിൾ വേണം. നമ്മൾ കുറച്ച് സ്ഥലത്തായാലും കൂടുതൽ പെബിൾസ് വേണ്ടി വരും. അപ്പോൾ അത് എത്ര വേണം നമ്മൾ ഇട്ടതിന് ശേഷം നമുക്ക് അറിയാനും പറ്റത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ 2-3 കളറിലുള്ള
പെബിൾസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമുക്ക് ഒരു ചാക്കായിട്ട് തന്നെ വാങ്ങിക്കുന്നതാണ് നല്ലത്. കുറേശ്ശെയായിട്ട് വാങ്ങിച്ചാൽ ഒരുപാട് പൈസയാവും. അപ്പൊ നമ്മളിങ്ങനെ പുല്ലിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, പുല്ലിടുന്നതിന് തൊട്ട് മുമ്പായിട്ട് അവിടെ ഒരു പെസ്റ്റിസൈഡ് അടിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ അത് നമ്മൾ പുല്ല് വാങ്ങിക്കുന്ന ആ നഴ്സറികളിൽ തന്നെ കിട്ടും. അവിടെ നിന്ന് അത് വാങ്ങി അടിച്ചില്ലെങ്കിൽ ചെതല് കയറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് അടിച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. പെബിൾസ് ഇടുന്നതിന് മുമ്പായിട്ട് ചെയ്യേണ്ടത്, പെബിൾസ് ഇടുന്നതിന്റെ തൊട്ട് താഴെയായിട്ട്, അതായത് മണ്ണിലുള്ള പെബിൾസ് വെക്കുന്നത്, അപ്പൊ അതിനടിയിൽ ഏതെങ്കിലും പ്ലാസ്റ്റിക് ഷീറ്റോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ നെറ്റ് ഉണ്ടല്ലോ, ഗ്രീൻ നെറ്റ്, അതൊക്കെ ഏതെങ്കിലും ഒന്ന് വിരിച്ചിട്ട് വെക്കുവാണെങ്കിൽ പുല്ല് കളിക്കത്തില്ല അതിൻ്റെ ഇടയിലൂടെ. അല്ലെങ്കിൽ എല്ലാ ഭാഗത്തായിട്ടും ഈ പുല്ല് അല്ലെങ്കിൽ കളകളൊക്കെ സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഗ്രീൻ നെറ്റ് ഇതുപോലെ ഇന്റർലോക്ക് ചെയ്യുന്ന ഭാഗത്തും അതുപോലെ പെബിൾസ് ഇടുന്ന ഭാഗത്തും ഇടാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ ലാസ്റ്റ് സൈഡിൽ നമ്മൾ ഇന്റർലോക്കും ചെയ്തിട്ടുണ്ട്. അത് ഒരാളിനെ വിളിച്ചിട്ട് ചെയ്യിപ്പിച്ചാണ്. കാരണം ചെയർ ഇടുന്നതുകൊണ്ടാണ് അവിടെ ഇന്റർലോക്ക് ചെയ്തത്. ഇതിപ്പോ ഒരു 3 മാസം കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ആ സമയത്ത് ഞാൻ നീല ആമ്പല വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് കാർലോസ് സൺഷൈനാണ് വെച്ചിട്ടുള്ളത്. കുറച്ചുകൂടെ ഭംഗിയാവട്ടെ എന്ന് വെച്ചിട്ട് ഈ ആമ്പലാക്കി. അപ്പൊ ഇതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. കണ്ടോ, നന്നായിട്ട് പുല്ലൊക്കെ കിളിച്ചു. ഒരു തവണ പുല്ലൊക്കെ ഞാൻ ക്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആമ്പൽ എങ്ങനെയാ പോട്ടേണ്ടത് നേരത്തെ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആമ്പല് പോട്ടേ അറിയാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടു നോക്കുക. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അതിന് മുകളിൽ കാർഡിൽ കൊടുക്കുന്നതായിരിക്കും. ഈ പോണ്ടിന്റെ തൊട്ട് ബാക്കിലായിട്ട് ഞാൻ ഒരു വെർട്ടിക്കൽ ഗാർഡനാണ് സെറ്റ് ചെയ്തത്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഈ ബാക്കിലായിട്ട് ഇങ്ങനെ ഭിത്തിയാണ്. അപ്പൊ അത് മറയാൻ വേണ്ടിയിട്ട് കുറച്ചൊരു ഗ്രീനറി വരാൻ വേണ്ടിയിട്ടാണ് ഈ വെർട്ടിക്കൽ ഗാർഡൻ കൊടുത്തത്. വെർട്ടിക്കൽ ഗാർഡൻ കൊടുക്കുമ്പോൾ നല്ല ഒരു ഗ്രീനറി എഫക്റ്റ് വരുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വെർട്ടിക്കൽ ഗാർഡൻ ഇത്രയും അധികം നീളത്തിൽ ചെയ്തേക്കുന്നത്. പിന്നെ അതിന്റെ ടോപ്പിലായിട്ട് നമ്മൾ ഹാങ്ങിങ് പ്ലാന്റ്സ് അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ടൈപ്പ് ഓർക്കിഡ്സ് വെക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്പിയും വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ടെറാക്കോട്ട പോട്ടുകളാണ് ഓർക്കിഡ്സിൻ്റെ ഹാങ് ചെയ്തിട്ടുള്ളത്. നല്ല വെയിലുണ്ട്, അതുകൊണ്ട് ഞാൻ ചെറിയൊരു ഗ്രീൻ നെറ്റ് കൂടി അവിടെ കൊടുത്തിട്ടുണ്ട്. അത് സ്ഥിരമായിട്ട് അവിടെ ഇട്ടിരിക്കുന്നതല്ല, തൽക്കാലം വെയിൽ കൂടുതലായതുകൊണ്ട് ഈ ഗ്രീൻ നെറ്റ് ഇട്ടിരിക്കുന്നതെന്നുള്ളതേ ഉള്ളൂ. കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നമുക്ക് എടുത്ത് മാറ്റാം. ചുമ്മാ അതിങ്ങനെ കെട്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ. ആ പോണ്ടിന് തൊട്ട് താഴെയായിട്ട് കുറച്ച് പാറയുടെ ഇന്റർലോക്കിംഗ് ബ്രിക്സ് പോലെയുള്ള പാറക്കല്ലുകൾ അടുക്കിയിരിക്കുകയാണ്. അത് കറക്റ്റ് ലെവലിലൊന്നും ചെയ്തേക്കുന്നതല്ല, നമ്മൾ തന്നെ ചെയ്തതുകൊണ്ട് ജസ്റ്റ് അടുക്കി വെച്ചിട്ടേ ഉള്ളൂ. അതിന് സൈഡിലായിട്ട് ഇങ്ങനെ പുല്ലൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു അമ്പഴം നമ്മളെന്താ ഇങ്ങനെ വെട്ടി നിർത്തുവാണെങ്കിൽ, ഒന്ന് റൗണ്ട് ഷേപ്പിൽ വെട്ടി നിർത്തുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഒരുപാട് വളരാൻ അനുവദിക്കാതിരിക്കുക. വളർന്നു കഴിഞ്ഞാൽ വലിയ മരമായിട്ട് മാറും. ഇത് ഹൈബ്രിഡ് ആണ് കേട്ടോ, നമ്മൾ ബഡ് ചെയ്ത ടൈപ്പാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര ചെറുതിലെ അമ്പഴം പിടിച്ചിരിക്കുന്നത്. ഇത് ഏകദേശം ഒരു 7-8 വർഷം പഴക്കമുള്ള പ്ലാന്റ് ആണ് കേട്ടോ. അത്രയും നാളായി ഞാനിത് വെച്ചിട്ടത് കേട്ടോ. ഒരുപാട് അമ്പഴങ്ങയുണ്ട്, വേറെ നല്ല കേട്ടോ. കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ട് ഞാൻ അമ്പഴം ഒരെണ്ണം വെച്ച് പിടിപ്പിച്ചതാണ്. പിന്നീട് ഈ കുറച്ച് പെബിൾസ് ആണ് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പല കളറിലുള്ള പെബിൾസിൽ ഒരു ലെയർ നിരത്തിയിട്ട് ഞാൻ ഏറ്റവും മുകളിലായിട്ട് ഇതുപോലെ കുട ഇങ്ങനെ കമത്തി വെച്ചിട്ട് അതിൽ നിന്ന് വൈറ്റ് കളറിലെ പെബിൾസ് ഇങ്ങനെ ഒഴുകി പോകുന്ന രീതിയിലുള്ള ഒരു ചെറിയ സെറ്റപ്പ് അതാണ് ഇവിടെ ചെയ്തേക്കുന്നത്. ഇടയ്ക്ക് കുറച്ച് ഭാഗത്തായിട്ടാണ് ചെയ്തേക്കുന്നത്. പിന്നെ വേറൊരു പോണ്ട്, ഇഷ്ടമാതിരി പോണ്ടുണ്ട്. പോണ്ട് കുറേ വെച്ചു. എന്താണെന്ന് എനിക്ക് കുറേ അധികം ഈ വാട്ടർ പ്ലാന്റ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പ്രത്യേകിച്ച് നമ്മുടെ ആമ്പൽ താമരയും. അപ്പോൾ അതിനെ വളർത്താൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഇത്ര അധികം പോണ്ടുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ശരിക്കും ഒരു വീട്ടിലൊരു പോണ്ടിൻ്റെ ആവശ്യമൊക്കെ ഉള്ളൂ. പിന്നെ
എന്നെപ്പോലെ ഇങ്ങനെ ഭ്രാന്തുള്ളവരാണെങ്കിൽ ഇതുപോലെ കുറേയൊക്കെ ചെയ്ത് കൂട്ടും. അപ്പോൾ വീണ്ടും ഞാനൊരു സിമെൻറ്റിൻ്റെ തന്നെ ഫ്ലവർ ഷേപ്പിലുള്ള ഒരു പോണ്ട്, അതിൽ ലേഡി ബിംഗ്ലി എന്ന് പറയുന്ന താമര ഇട്ടിട്ടുള്ളത്. അത് ഫ്ലവർ ഇയർ ആയിട്ടുണ്ട്. ഇടയ്ക്ക് ഒച്ചകൾ വന്നിട്ട് ഫുള്ള് തിന്നു പോയിട്ടുണ്ടായിരുന്നു. ഇപ്പം പക്ഷേ രക്ഷപ്പെട്ടു, സ്റ്റാൻഡിങ് ലീഫൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ആ ഒരു ലേഡി ബിംഗ്ലി വെച്ചിരിക്കുന്ന ആ ഒരു പോട്ടിൻ്റെ ചുറ്റുമായിട്ട് ഞാൻ ചുമന്ന തെറ്റിയുടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതത്ര സക്സസ് ഒന്നും ആയില്ല. അത് കുറേ എന്തോ സൈസ് ഒരു ജീവി വന്നിട്ട് അത് ഫുൾ ഇലകൾ തിന്നിട്ട് ആ പ്ലാന്റ് ചീത്തയായിപ്പോയി. ഇപ്പോൾ പിന്നെ പെസ്റ്റിസൈഡൊക്കെ കൊടുത്ത് ഇപ്പോൾ ലെവലായിട്ട് വരുന്നതേ ഉള്ളൂ. അത് ഭയങ്കര ശോകമായിപ്പോയി. നമ്മുടെ അരേലിയ പ്ലാന്റ് ഇങ്ങനെ റൗണ്ട് ചെയ്തുകൊണ്ട് ഒരു ചെറിയൊരു ലോൺ സെറ്റപ്പ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു കുന്ന് പോലെ ചെയ്തിട്ട് നമ്മുടെ ഒരു പോണ്ട് അതിനകത്ത് കുഴിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. അതിനകത്ത് വൈറ്റ് കളറിലെ ആമ്പലാണ് ഇട്ടേക്കുന്നത്. അത് ഫ്ലവർ ചെയ്യാറായില്ല. ഒരാഴ്ച 2 ആഴ്ചയ്ക്കുള്ളിൽ ഫ്ലവർ ചെയ്യും. കാരണം ഓൾറെഡി ഇത് മെച്ചുവറാണ്. പക്ഷേ അതിപ്പം പറിച്ച് നട്ടിട്ടേ ഉള്ളൂ. അതുകൊണ്ട് കുറച്ച് സമയം എടുക്കും. 1-2 ആഴ്ച എടുക്കും ഫ്ലവർ ചെയ്യാനായിട്ട്. പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് കുറച്ച് ഇൻ്റർലോക്ക് ഇടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഒരു ബെഞ്ച് സെറ്റ് ചെയ്തു. ബെഞ്ചിന് വെച്ചിരിക്കുമ്പോൾ മണ്ണിലാവുമ്പോൾ ബെഞ്ച് അങ്ങ് കൊഴിഞ്ഞു പോകും. അതുപോലെ തന്നെ പെട്ടെന്ന് ബെഞ്ച് ചീത്തയായി പോവുകയും ചെയ്യും. അതുകൊണ്ട് കുറച്ച് ഭാഗം ഒന്ന് ഇൻ്റർലോക്ക് ചെയ്തുകൊണ്ട് ആ ബെഞ്ച് അവിടെ വെച്ചു. ബെഞ്ചിന് തൊട്ട് 2 സൈഡായിട്ട് ഒരു PVC പൈപ്പാണ് ഇങ്ങനെ നമ്മൾ നീളത്തിൽ കുഴിച്ചിട്ടിരിക്കുവാണ്. അത് മുളയുടെ പോലത്തെ പെയിന്റ് അടിച്ചതാണ് കേട്ടോ. PVC പൈപ്പ് വെച്ചിട്ട് നമ്മൾ പ്ലാന്റ് സ്റ്റാൻഡുകൾ ചെയ്യുന്ന നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ഇതെങ്ങനെ ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതുപോലെ കാർഡിലും കൊടുത്തേക്കാം. ആവശ്യമുള്ളവർക്ക് അത് കാണാം. അങ്ങനെയാണ് നമ്മളത് ചെയ്തെടുത്തത്. അപ്പോൾ ഈ ബെഞ്ച് പണിയാൻ ശരിക്കും ഒരുപാട് പൈസയൊന്നും ആയിട്ടില്ല. ഇവിടെ നമുക്ക് കുറേ സ്ക്വയർ ട്യൂബിൻ്റെ പീസുകൾ കിടപ്പുണ്ടായിരുന്നു. അതുപോലെ ഇത് വീതിയുള്ള ടൈപ്പായിരുന്നു കിടന്നിരുന്നത്. അതുകൊണ്ടാണ് ഈ വീതിയുള്ള ടൈപ്പ് ഇട്ട് ചെയ്തത്. നമ്മൾ അല്ലാതെ തന്നെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇതിൽ കനം കുറവുള്ള ടൈപ്പ് സ്ക്വയർ പൈപ്പ് വെച്ചിട്ടാണ് സാധാരണ ചെയ്യേണ്ടത്. ഇപ്പം ഇവിടെ കിടന്ന പീസുകളായതുകൊണ്ട് നമുക്ക് ഇങ്ങനെ അങ്ങ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഈ മുളയിൽ നമ്മൾ ഒരു ഗോൾഡൻ കാസ്കേഡിന്റെ ക്രീപ്പർ പ്ലാന്റ് ഇങ്ങനെ ഒരു ചട്ടി ഇങ്ങനെ തൊട്ട് ചുവട്ടിലായിട്ട് വെച്ചിട്ട് ഇങ്ങനെ കയറ്റി വിട്ടേക്കുവാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ഫ്ലവർ ആണ് കേട്ടോ. ഇങ്ങനെ ഹാങ് ചെയ്ത് ഇങ്ങനെ കിടക്കും. നല്ല രസമാണ്. ഇതിങ്ങനെ മുകളിലായിട്ട് പോകാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഈ മുള പോലെ ചെയ്തേക്കുന്നതിന്റെ ഏറ്റവും ടോപ്പിലായിട്ട് ഒരു പാത്തിയാണ് വെച്ചേക്കുന്നത്. പാത്തിയിലും ഇതുപോലെ തന്നെ നമ്മൾ മുളയുടെ കളർ പെയിന്റ് ചെയ്തതാണ്. എന്നിട്ട് അവിടെ ഓർക്കിഡാണ് വെച്ചിട്ടുള്ളത്. ഓർക്കിഡ് ഡെൻഡ്രോബിയം വെറൈറ്റി വെച്ചത്. അത് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര വെയിലായിരുന്നു. അപ്പോഴത്തേക്ക് കുറേ ഇലകളൊക്കെ പൊള്ളിപ്പോയി. അതുകൊണ്ട് ജസ്റ്റ് ഞാനൊരു നെറ്റ് പിടിച്ച് കെട്ടിയിട്ടുണ്ട്. അത് കുറച്ച് അഡ്ജസ്റ്റ് ആയി വരുമ്പോൾ നമുക്ക് നെറ്റ് അഴിച്ച് മാറ്റാം. അപ്പോൾ ഫ്ലവറൊക്കെ ആകുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നിങ്ങളുടെയൊക്കെ വീടുകളിലും ഇതുപോലുള്ള ചെറിയ കുറച്ച് സ്ഥലമുള്ളവരാണെങ്കിലും ഇതുപോലെയൊക്കെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ കുറച്ച് പൈസയാവും, ഒരുപാട് എമൗണ്ട് ഒന്നും ആവത്തില്ല. നമ്മൾ തനിയെ തന്നെ ചെയ്യുക. അപ്പോൾ ഒരുപാട് പൈസയൊന്നും ആവത്തില്ല. സമയമില്ലാത്തവരാണെങ്കിൽ സമയമുള്ളപ്പോൾ മാത്രം ചെയ്താൽ മതി. ലീവുള്ള ദിവസങ്ങളിലൊക്കെ ഇതുപോലെ കുറേശ്ശെയായിട്ട് ഒറ്റ രീതിക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റണമെന്നില്ല. 1 മാസം 2 മാസമൊക്കെ എടുത്ത് ചെയ്താലും ഇതുപോലുള്ള ഒരു പോർഷൻ നമ്മുടെ വീട്ടിന് ഒരു കോർണറിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.